എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പാവയ്ക്കയിൽ നിന്നും വിത്തുകൾ എടുത്ത് നമ്മൾ പാകി മുളപ്പിച്ച പാവൽ തൈകൾ എല്ലാം തന്നെ നല്ലതായി വളർന്നു വരുന്നുണ്ട്. വെണ്ടയിൽ നിന്നും പയറിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് വിളവ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ കോവൽ ചെടി ആദ്യമായി പൂവിടുകയും അതിൽ കായകൾ ഉണ്ടാകുവാനും തുടങ്ങിയിട്ടുണ്ട്. കുരുമുളക് ചെടിയിലും പൂക്കൾ ഉണ്ടാകുവാനായി തുടങ്ങിയിട്ടുണ്ട്. 2 ചുവട് കാന്താരി ചെടിയെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുകയാണെങ്കിൽ നമ്മുടെ ഇതിലെ ആവശ്യത്തിനുള്ള കാന്താരി മുളക് നമുക്ക് അതിൽ നിന്നും വിളവെടുക്കുവാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ പാവൽ ചെടിയാണ്. ഇത് നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഇതിൽ ഇലകളൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഇതുപോലെയുള്ള പ്രാണികൾ നമ്മുടെ ചെടിയെ ആക്രമിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇലയൊക്കെ അത് തിന്ന് നശിക്കും. അപ്പം അതിനായിട്ട് നമുക്ക് വേപ്പെണ്ണ കൊണ്ട് തയ്യാറാക്കുന്ന മിശ്രിതം തളിച്ചു കൊടുക്കാം. നമ്മുടെ ക്യാബേജിൻ്റെ ചെടിയാണിത്. ഇതിന് ഉയരം വെച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ചുവടൊന്ന് ഇളക്കി കൊടുക്കാം. ഒച്ചിൻ്റെ നല്ല ശല്യമുള്ളത് കൊണ്ട് തന്നെ ഒച്ച് ഇതിൻ്റെ ഇലകളൊക്കെ പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനും നമ്മൾ വേപ്പെണ്ണ മിശ്രിതം ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചെടികളാണ്. ക്യാബേജ് ചെടിയുടെയും ബീട്രൂട്ട് ചെടിയുടെയും ചുവട്ടിലുള്ള മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ചെടികൾക്ക് ആവശ്യമായ വളം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. ക്യാബേജ് ചെടി നമ്മൾ നടുമ്പോൾ ഗ്രോ ബാഗ് മുഴുവനായും നമ്മൾ നിറയ്ക്കാറില്ല. ഇനി നമുക്ക് ചെടികളുടെ ചുവട്ടിലേക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധാരണ മണ്ണെടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ചാണകപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെടികൾ നന്നായി വളരുവാൻ ചാണകപ്പൊടി സഹായിക്കും. അതിനുശേഷം നമുക്കിത് ഓരോ ചെടികളുടെയും ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. വെയിലില്ലാത്ത സമയങ്ങളിൽ വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് ചെടിയുടെ ചുവട് നന്നായി വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കാം. പച്ചക്കറി ചെടികൾ ഏതു തന്നെയാണെങ്കിലും അത് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല കായ്ഫലം ലഭിക്കുവാനായി നമ്മൾ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെയുള്ള മിക്സ് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.